ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വീറ്റാണ്, സ്പൈസി, അങ്ങനെ എല്ലാ ടേസ്റ്റും കൂടി വരുന്ന ഒരു പ്രത്യേക തരം ഒരു കറിയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ തറവാട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ള സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ വേനൽക്കാലത്തൊക്കെ. അപ്പോൾ മാമ്പഴം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ പക്ഷേ ഇതുപോലെ കറി വെച്ച് കഴിക്കാത്തവരാണ് വെച്ചാൽ തീർച്ചയായും കഴിച്ച് നോക്കേണ്ട ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല പഴുത്ത മാമ്പഴം കൊണ്ട് എങ്ങനെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ തന്നെ വേണം കേട്ടോ. അപ്പോൾ പഴുത്ത മാങ്ങയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് എടുത്ത് കളയണം കേട്ടോ. നമുക്ക് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ തൊലിയൊക്കെ കളയാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കത്തിയും കൊണ്ടൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മാമ്പഴം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ കത്തിയും കൊണ്ട് എടുത്ത് കഴിക്കുന്നതും അതുപോലെ ഇതിൻ്റെ തൊലി ഇങ്ങനെ പിച്ചിട്ട് നമ്മളത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കുകയാണെങ്കിലും മാമ്പഴ കറി വയ്ക്കാനാണെങ്കിൽ എല്ലാവരും തൊലിയൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ആ തൊലിയിലൊക്കെ ഒന്ന് കടിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതാ അങ്ങനെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് നമ്മൾ കത്തിയും കൊണ്ട് ഒന്നും മുറിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് ഞെരടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കത്തിയും കൊണ്ടൊക്കെ പീസാക്കി വെക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ മാമ്പഴ പുളിശ്ശേരീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ കറിയിൽ മാമ്പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് വരും. അതേപോലെ തന്നെ നമുക്കത് എടുത്ത് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അതിൽ മാങ്ങണ്ടി ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഏറ്റവും ടേസ്റ്റ് അതെടുത്ത് കഴിക്കാനാണ് ശരിക്കും. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വേണ്ടിയുള്ള വെള്ളം ഞാനൊരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര മാമ്പഴമാണോ ഉള്ളത് ആ മാമ്പഴത്തിനനുസരിച്ചിട്ട് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പ്രത്യേകം നമുക്ക് ഇതുപോലത്തെ മൺചട്ടിയിലൊക്കെ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണത്. പിന്നെ അത് 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അതിലോട്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ടേസ്റ്റും ഇതിൽ വരണം കേട്ടോ. ഉപ്പാണെങ്കിലും മുളകാണെങ്കിലും പുളിപ്പാണെങ്കിലും എല്ലാം കൂടി വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ആ ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു 1/2 മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 1/2 സ്പൂണ് നല്ല ജീരകം കൂടിയാണ്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കറിക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ നേരത്ത് നമ്മുടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വേവിക്കാൻ വെച്ചത്. അപ്പോൾ അതിലോട്ട് അല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എന്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റും അതേപോലെ തന്നെ ഇത് ചട്ടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് തിളയ്ക്കണേ മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങ പെട്ടെന്ന് ചട്ടി പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിടുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ മാങ്ങയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരത്തെ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതേ ഒരു അളവിന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നല്ല പഴുത്ത മാങ്ങയാണ്, എന്നാലും നമ്മളിതിൽ ശർക്കര ഇട്ട് തന്നെ കറി വെക്കണം കേട്ടോ. അപ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിയുടെ ആ ഒരു ടേസ്റ്റ് നല്ല ഹൈലൈറ്റ് ആയിരിക്കുക.
അപ്പോൾ ഞാൻ ഇതിലോട്ട് കറിവേപ്പില ഇടാൻ വേണ്ടി തൊടിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില നമ്മൾ എപ്പോഴും പൊട്ടിക്കുമ്പോൾ ഇതേപോലെ പൊട്ടിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് വളർന്ന് കിട്ടുക, കറിവേപ്പിലയുടെ തണ്ടൊക്കെ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് തൈരാണ്. അപ്പോൾ തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനത് ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്തായിട്ട് നമുക്കിത് താളിക്കണം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അപ്പോൾ നമുക്കിതിൽ എല്ലാ സ്പൈസസും ആയിട്ടുണ്ട് അല്ലേ. ഉപ്പ്, എരിവ്, അങ്ങനെ എല്ലാം, മധുരം. അപ്പോൾ ഈ ഉലുവയുടെ ചെറിയൊരു കയ്പ്പും കൂടെ നമുക്ക് അതിലോട്ട് വരണം കേട്ടോ. അപ്പോൾ ഉലുവപ്പൊടി ഉണ്ട് വെച്ച ഉലുവപ്പൊടി അതിൽ ചേർക്കാവുന്നതാണ്. അപ്പോഴാണ് ശരിക്കും ഒരു ട്രഡീഷണൽ സ്റ്റൈലായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ആ മാമ്പഴ പുളിശ്ശേരിയുടെ മേലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാ സ്പൈസസും കൂടിയുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്ക് ചോറിന് കഴിക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും പറയുമ്പോൾ തന്നെ വായിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു ചാൻസ് കളയണ്ട, നമ്മുടെ മാമ്പഴ സീസണൊക്കെ കഴിയാനായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കറിയും കൂടി, അതേപോലെ അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിലും എന്താണെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് സ്പൈസസ് ഒന്നും അല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കറിയൊക്കെ വെക്കാൻ പഠിക്കുന്ന കുട്ടികളാണ് വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി എന്ന് കേൾക്കുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണ്. അതുമാത്രമല്ല ഒരുപാട് പണിയൊന്നുമില്ല, ആകെ 2-3 ചേരുവ മാത്രം മതി. നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒരു അച്ചാർ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുവരെ കഴിച്ച് നോക്കാത്തവരാണ് വെച്ചാൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒത്തിരി മാങ്ങയൊന്നും ആവശ്യമില്ല, നമ്മുടെ അടുത്തുള്ള 2-3 മാമ്പഴം ആയാലും മതി. അപ്പോൾ അത്യാവശ്യം ശർക്കരയൊക്കെ ചേർത്ത് കഴിക്കണമെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പാണെങ്കിലും എരിവാണെങ്കിലും ശർക്കര, അതുപോലെ ചെറിയ ഒരു കയ്പ്പ്, ആ വെന്തയത്തിൻ്റെ ചെറിയൊരു കയ്പ്പും കൂടി ഹൈലൈറ്റായി നിൽക്കുകയാണെന്ന് വെച്ചാൽ എല്ലാം കൂടിയുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കിച്ചൺ ടിപ്പാണെങ്കിലും ബ്യൂട്ടി ടിപ്പ്, അങ്ങനെ ഹെയറിൻ്റെ, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.